എല്ലാ മാന്യപ്രേക്ഷകർക്കും T31 മാധ്യമ പ്രതികരണത്തിലേക്ക് സ്വാഗതം. മാധ്യമ പ്രതികരണം എന്ന് പറയുന്നത് ഒരു സമകാലിക രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക രംഗങ്ങളുടെ സംഭവങ്ങളുടെ വിശകലനമാണ്. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ നടനമായിക്കൊണ്ടിരിക്കുന്ന അനന്തകൃഷ്ണന്റെ ഭീമാകാരമായ കൊള്ളയാണ്. അനന്തകൃഷ്ണൻ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു സൗമ്യനും അതോടൊപ്പം തന്നെ ശാന്തനുമായ വ്യക്തിയുടെ പേരായിട്ട് നമുക്ക് തോന്നാം. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അനന്തകൃഷ്ണന്റെ വയസ്സാണ് ലക്ഷം. കേവലം 26 വയസ്സ്. 26 വയസ്സിനുള്ളിൽ അയാൾ നടത്തിയ തട്ടിപ്പ് 2000 കോടിയിലൂടെ കഴിയും എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. ഈ ഭീമാകാരമായ കൊള്ളയ്ക്ക് അയാൾ ഉപയോഗിച്ച സാധന സാമഗ്രികളെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. വരും വർഷങ്ങൾക്ക് മുമ്പ് ആട്, തേക്ക്, മാഞ്ചിയ തുടങ്ങിയ ഒരു വലിയ തട്ടിപ്പിന് കേരളം കണ്ടിരുന്നു. ആ തട്ടിപ്പിന്റെ വിശദാംശങ്ങളും പിൻകാല കഥകളും എന്താണെന്ന് നമുക്കറിയില്ല. കാരണം അത് വിസ്മൃതിയിലായി കഴിഞ്ഞു. ഇത് തന്നെയാണ് ഓരോ തട്ടിപ്പിന്റെയും മനഃശാസ്ത്രം. ഓരോ തട്ടിപ്പിനും കളമൊരുക്കുന്നവർ കാണുന്ന കാഴ്ചയും ഇത് തന്നെയാണ്. ഒരു തട്ടിപ്പ് നടത്തുക, കുറച്ചു കാലം കഴിയുമ്പോൾ അത് വിസ്മൃതിയിലായി പോവും, കേസാകും. കുറച്ചു കാലം കേസ് നടത്താം. കേസ് നടത്തിയതിനു ശേഷം സ്വാഭാവികമായിട്ടും ഒന്നുകിൽ വെറുതെ വിടും, അല്ലെങ്കിൽ മറ്റ് കുറച്ചു കാലം ശിക്ഷ അനുഭവിക്കണം. പിന്നീട് ഇറങ്ങുന്ന ശിഷ്ടകാലവും തന്റെ അടുത്ത തലമുറയും ഏറ്റവും മനോഹരമായി ജീവിക്കാനുള്ള പണം ചുരുങ്ങിയ കാലം കൊണ്ട് ഉണ്ടാക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താലും ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നതും കേരളത്തിലാണ്. മലയാളിയുടെ മുന്നിലാണ്. മലയാളിയാണ് ഇതിന് തലവെച്ച് കൊടുക്കുന്നത്. എന്താണ് ഇതിന്റെ മനഃശാസ്ത്രം? സിമ്പിൾ. ജോലി ചെയ്യാതെ സമ്പന്നനാകാം. മലയാളികൾ എപ്പോഴും സ്വപ്നം കാണുന്ന ധീരുഭായ് അംബാനിയും യൂസഫ് അലിയൊക്കെയാണ്. ഓരോ രാത്രിയിലും ഓരോ പകലും കാണുന്നത് ധീരുഭായ് അംബാനിയും യൂസഫ് അലിയൊക്കെയാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മലയാളി ചിന്തിക്കാറില്ല. ഇവരുടെ കടന്നു വന്ന വഴികളെക്കുറിച്ച് ചിന്തിക്കാറില്ല. എപ്പോഴും മലയാളി ചിന്തിക്കുന്നത് ഒരു രാത്രി കൊണ്ട് ഇരുട്ടി വെളുക്കുമ്പോൾ യൂസഫ് അലി ആവണം, അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ശതകോടീശ്വരനാവണം. അതിനുള്ള അധ്വാനിക്കാനുള്ള മനസ്സും മലയാളിക്കില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിനുള്ള ഏറ്റവും എളുപ്പമാർഗം നോട്ടുവെപ്പ്, തട്ടിപ്പ്, പിടിച്ചുപറി, ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനന്ത് നടത്തിയതും ഇത് തന്നെയാണ്. കുറച്ചു കാലം മുമ്പ് തലസ്ഥാന നഗരിയിൽ ഒരു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് നടന്നു. ശതകോടികളാണ് അതിൽ പോയത്. പോയവരാരും വെളിയിലും മിണ്ടിയില്ല, കേട്ടവരാരും പുറത്തും പറഞ്ഞില്ല. അതാണ് ടോട്ടൽ ഫോർ യു തട്ടിപ്പ്. കേവലം 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ 100 കോടിയിലധികം രൂപ തട്ടിക്കൊണ്ട് നാട് വിട്ടു. പിന്നെ അയാളെ പിടികൂടി, കുറെ കാലം കേസായി. അതിനു പിന്നിലും കേരളത്തിലെ പ്രധാനികളും പ്രമാണികളുമായ ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു. അവരിൽ പലരും 1-2 പേരൊഴിച്ച് ബാക്കി ആരും തന്നെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വന്നില്ല. പണം പോയവർക്ക് പോയി, ആർക്കും തന്നെ കിട്ടിയില്ല. ശബരിനാഥൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇതേ സംവിധാനമാണ് ഇപ്പോൾ അനന്തകൃഷ്ണന്റെ കാര്യത്തിലും വരാൻ സാധ്യതയുള്ളത്. അയാളുടെ ഈ ഭീമാകാരമായ കൊള്ള, അതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ, അവർക്ക് അതിനുണ്ടായ സാമ്പത്തിക ലാഭം എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ വിശദമായി ചിന്തിക്കേണ്ട കാര്യങ്ങൾ. ഇവിടെ അനന്തകൃഷ്ണൻ പ്രയോഗിച്ചൊരു തന്ത്രമുണ്ട്. അനന്തകൃഷ്ണൻ ഉപയോഗിച്ച തന്ത്രം, അതാണ് ബന്ധങ്ങൾ. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ള നീണ്ട ബന്ധങ്ങൾ അയാൾ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അയാളുടെ പിന്നിൽ നിൽക്കുന്നവർ അയാളെ കൊണ്ട് സൃഷ്ടിച്ചു. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ ഏറ്റവും ശക്തവും വ്യക്തവുമായ ഒരു തട്ടിപ്പിന് കളമൊരുക്കി. ആ കളത്തിൽ വീണവർ രാഷ്ട്രീയക്കാർ, ഉദ്യോഗസ്ഥർ, പൗരപ്രമുഖർ എല്ലാവരുമുണ്ട്.
അയാൾ സാധാരണക്കാരുടെ സ്വപ്നങ്ങളെയാണ് വിലക്കെടുത്തത്. സാധാരണക്കാരുടെ സ്വപ്നങ്ങളാണ് വിറ്റത്. ആ സ്വപ്നങ്ങൾക്ക് പുറകെ പോയ സാധാരണക്കാർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈ വഞ്ചനയ്ക്ക് നമ്മൾ ഓരോരുത്തരും മറുപടി പറയണം. അനന്തകൃഷ്ണന്റെ പുറകിലാര്? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കേരളത്തിലെ ചാരിറ്റി സാമ്രാജ്യം ഒരു വലിയ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നു. 4000-ഉം 5000-ഉം കോടി രൂപ മലയാളിയുടെ തട്ടിക്കാൻ ഒരു ചെറുപ്പക്കാരന് കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ അയാൾക്ക് പിന്നിലുള്ള ഒരു മാഫിയ സംഘത്തിന് അത് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്നലകൾ ഇവിടെ തട്ടിപ്പുണ്ടായിരുന്നു, ഇന്നും ഇവിടെ തട്ടിപ്പുണ്ട്, നാളെയും തട്ടിപ്പുണ്ടാകും. അതിന് ഒരൊറ്റ വഴി മാത്രം, ഈ തട്ടിപ്പിനെ പ്രതിരോധിക്കാൻ ജാഗ്രത. മലയാളി ജാഗ്രതയിലാവുന്ന ആ നിമിഷം വരെ മലയാളി പറ്റിക്കപ്പെടും. ജയ് ഹിന്ദ്.